നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ പുഷ്പിച്ച ഷർട്ടും ഇട്ടുകൊണ്ട് ഞാനിരിക്കുന്നത് മഹീന്ദ്ര ബൊലേറോ നിയോ പ്ലസ് എന്ന ഏറ്റവും പുതിയ ഒരു മോഡലിലാണ്. എന്താണ് ഏറ്റവും പുതിയ ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാണുന്ന പോലെ 9 പേർക്ക് സുഖമായി സഞ്ചരിക്കാം എന്നുള്ള കാര്യമാണ്. 9 പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന ഒരു മൾട്ടിപർപ്പസ് വാഹനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അധികമില്ല. ആകെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഫോഴ്സിൻ്റെ സിറ്റി ലൈൻ എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റാണ്. അതൊഴിച്ച് നിർത്തിയാൽ 9 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന AC ഒക്കെ ഇട്ട് തകർപ്പനായ ഒരു ഗ്രൂപ്പ് ടൂർ നടത്താൻ പറ്റുന്ന വാഹനങ്ങൾ ഇന്ത്യയിൽ കുറവാണെന്ന് കാണാം. ആ കുറവിന് ഒരു പരിഹാരമായിട്ട് വന്നിരിക്കുന്ന മോഡലെന്നാണ് നമുക്ക് ഏറ്റവും പുതിയ മഹീന്ദ്ര ബൊലേറോ നിയോ പ്ലസിനെ വിളിക്കാവുന്നത്. ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന മഹീന്ദ്ര ബൊലേറോ നിയോ എന്ന ആ ഒരു മോഡൽ തന്നെയാണ്. എന്താണ് പ്രത്യേകത ഇപ്പോൾ വന്നിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, 9 പേർക്ക് സഞ്ചരിക്കാമെന്നുള്ളത് മാത്രമല്ല, ഇതിന് നീളം വളരെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. 3995 മില്ലിമീറ്റർ ആയിരുന്നു നീളമെങ്കിൽ ഇപ്പോൾ അത് 4400 മില്ലിമീറ്ററായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 450ഓളം മില്ലിമീറ്റർ നീളം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമായിട്ട് പറയാവുന്നത് വീൽ ബേസ് അങ്ങനെ വർദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണെങ്കിൽ പോലും സ്ഥല സൗകര്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനമൊന്നും ഇപ്പോൾ കൊച്ചി സിറ്റി പോലുള്ള സ്ഥലങ്ങളിലേക്കല്ല കമ്പനി ഉദ്ദേശിക്കുന്ന ടയർ 2 സിറ്റികളിലേക്കാണ്. അതായത് ധാരാളം ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ട് ദീർഘദൂരമൊക്കെ ഓട്ടം പോകാറുള്ള, നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ പാലക്കാട്, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ എങ്ങും ഇല്ലാത്ത ചില ഫോഴ്സിൻ്റെയൊക്കെ മോഡലുകൾ കാര്യമായ രീതിയിൽ ഹിറ്റാകുന്നുണ്ട്. അതൊക്കെ ഒരു ടയർ 2 സിറ്റികളുടെ പ്രത്യേകതയാണ്. അത്തരം സിറ്റികളെ ഉദ്ദേശിച്ചാണ് ഏറ്റവും പുതിയ മഹീന്ദ്ര ബൊലേറോ നിയോ പ്ലസിനെ കമ്പനി രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഷൂട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഒരു ഗംഭീരമായ ശബ്ദം. ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. അവർ രാവിലെ എക്സസൈസ് ചെയ്യുന്ന ശബ്ദമാണ് കേട്ടത്. ഞാനും ശ്യാമൊക്കെ കൊതിയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ നമ്മൾ 5 മണിക്ക് എഴുന്നേക്കുന്നു, പല്ലും തേച്ച് മുഖത്ത് ചായവും ഇട്ട് നേരെ ഇറങ്ങിയാണല്ലോ ഷൂട്ടിന്. എക്സസൈസൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല. എന്തായാലും അവരെ കണ്ട് കൊതിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല. മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾ സാധാരണ സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന മൈതാനത്ത് തൊട്ടടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലെ പാട്ട് കാരണം അത് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഗ്രൗണ്ടിൽ വന്നു. അപ്പോൾ ഇവിടെ അലറലും കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും കുഴപ്പമില്ല, എക്സസൈസ് ചെയ്യുന്നവരുടെ ശബ്ദമായതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ കാതിന് ഇമ്പമാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ വർഷങ്ങളോളം കണ്ടിരുന്ന TUV 300 എന്ന് പറയുന്ന അതേ വാഹനമാണ് പിന്നീട് ആ ഒരു ബ്രാൻഡിങ് നിർത്തലാക്കിയിട്ട് ബൊലേറോ നിയോ എന്നുള്ള പേരിൽ വന്നത്. കുറച്ച് മാറ്റങ്ങൾ ആ കാലത്ത് വന്നിരുന്നു. 2020 TUV 300 എന്ന് പറയുന്ന അധികം വിൽക്കാത്ത ആ മോഡൽ നിർത്തിയിട്ട് അതിനെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി മഹീന്ദ്ര ബൊലേറോ നിയോ എന്നുള്ള പേരിലേക്ക് വന്നത്. മഹീന്ദ്ര എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ മഹീന്ദ്ര 3XO കണ്ടപ്പോൾ ഞാനത് പറയുകയും ചെയ്തിരുന്നു. അതായത് 300 എന്ന് പറഞ്ഞാൽ അധികം വിൽക്കാത്തൊരു മോഡലിനെ ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്ത് കുറച്ച് മാർക്കറ്റിങ്ങും പരസ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗംഭീരമായ 3XO ആയി അത് ഒടുക്കത്തെ വിൽപ്പനയെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതേ കഥ തന്നെയാണ് ഈ വാഹനത്തിനും പറയാനുള്ളത്. TUV 300 എന്ന പേരിൽ അധികം വിൽക്കാതെ വന്നപ്പോഴേക്കും അവനെ ബൊലേറോ നിയോ എന്നുള്ള പേരിലേക്ക് മാറ്റി കാര്യമായ രീതിയിൽ വിൽപ്പന നേടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ വിൽപ്പന നേടാൻ കാര്യം വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ ഗുണപരമായ കുറേ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. രണ്ടാമത്തെ കാര്യം, ബൊലേറോ എന്ന് പറയുന്ന ആ ഒരു നെയിം പ്ലേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് വലിയ ഇഷ്ടമാണ്. കാരണം വളരെ റഗ്ഗഡായിട്ടുള്ളൊരു വാഹനമാണിത്. നമ്മുടെ പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത് ബൊലേറോ ആണെന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ അതിന് സ്ഥാനമുണ്ട്. അതുകൊണ്ട് ബൊലേറോ എന്നുള്ള പേര് വന്നപ്പോഴാണ് ഇതിന് വിൽപ്പന കൂടുതൽ നേടാൻ സാധിച്ചത്. ആ കാലത്ത് പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ അസംബ്ലിയുടെ രൂപം പാടെ മാറി, അതുപോലെ ഗ്രില്ലിൻ്റെ രൂപം മാറി. ഗ്രില്ലിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ വന്നു. ഇപ്പോൾ ഇതിലേക്ക് ഏറ്റവും പുതിയ നിയോ പ്ലസിലേക്ക് വന്നപ്പോൾ ഇവിടെ ട്വിൻ പീക്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലോഗോയും വന്നിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. എന്തായാലും വളരെ ഗ്ലാമറസ് വാഹനമൊന്നും അല്ലെങ്കിൽ പോലും കാണാൻ രസമുള്ള രൂപമാണ് ഈ വാഹനത്തിന്, സംശയമില്ല. പ്രത്യേകിച്ച് വെള്ള നിറമുള്ള ഈ ഒരു വാഹനം. താഴെയായിട്ട് വലിയ എയർ ഡാം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് പോലൊരു ഭാഗം വന്നിരിക്കുന്നു. ഇവിടെയൊക്കെ ഒരു ആഷ് നിറമുള്ള ഒരു ലോവർ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഫോഗ് ലാമ്പുണ്ട്. അതുപോലെ മുൻഭാഗമൊക്കെ ആണെങ്കിലും TUV 300 തന്നെയാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ കുറച്ചൊരു പ്രീമിയം ലുക്ക് വന്നിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല. ഉയർന്നു നിൽക്കുന്ന ബോണറ്റും, വളരെ ഷോർട്ട് ബോണറ്റാണ്, വലിയ നീളമൊന്നുമില്ല. ആ ബോണറ്റ് വന്നിരിക്കുന്നു. ബോണറ്റിനെ പറ്റി പറയുമ്പോൾ എന്തായാലും എഞ്ചിനെ പറ്റി പറയണമല്ലോ. അതായത് ഇത്രയും കാലം നമ്മൾ മഹീന്ദ്ര ബൊലേറോ നിയോയിൽ കണ്ടിരുന്നത് 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനായിരുന്നെങ്കിൽ ഇതിൽ കാണുന്നത് 2.2 ലിറ്റർ എംഹോക്ക് എഞ്ചിനാണ്. അതായത് മഹീന്ദ്രയുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന എഞ്ചിനായ എംഹോക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. സ്കോർപിയോ എന്നിൽ വന്നിരിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ സ്കോർപിയോ എന്നിൽ 172 BHP ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്താണ് വന്നിരിക്കുന്നത് മാത്രമല്ല, പവർ ഒന്ന് കുറച്ചാണ് വന്നിരിക്കുന്നതെങ്കിലും സ്കോർപിയോ എന്നിലെ അതേ എൻജിൻ കൊടുത്ത് ഈ ഒരു വാഹനത്തെ അനുഗ്രഹിച്ചിരിക്കുകയാണ് മഹീന്ദ്ര എന്നാണ് പറയേണ്ടത്. എന്തായാലും മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് ഏത് കാടും മലയും കയറുമെന്നുള്ളതാണ്. ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കത് കാണാം. ഡിപ്പാച്ചർ ആംഗിൾ, അപ്രോച്ച് ആംഗിൾ എല്ലാം കൂടുതലുണ്ട്. അതുപോലെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് എവിടെയും കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന വാഹനങ്ങളാണ്. തീർച്ചയായിട്ടും മഹീന്ദ്ര എന്ന് പറയുന്നത് നമ്മുടെ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ട് മാറുന്ന ഇത്തരത്തിലുള്ള ചില ഗുണങ്ങൾ കൊണ്ടാണ്. ഇനി വശക്കാഴ്ചയിലേക്ക് വരാം. വശക്കാഴ്ചയിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ നീളമാണ്. ഞാൻ പറഞ്ഞല്ലോ 4400 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ നീളമാണെന്നുള്ള കാര്യം അറിയാമല്ലോ.
വേണമെങ്കിൽ ഒരു ബസ്സായിട്ട് പ്രഖ്യാപിക്കാവുന്ന അത്രയും നീളമുണ്ട് ഈ വാഹനത്തിനെന്നാണ് പറയേണ്ടത്. ഗ്ലാസ് ഏരിയ കണ്ടില്ലേ, അതായത് മുന്നിലെ ഗ്ലാസ്സിന് ഏതാണ്ട് അത്രയും തന്നെ ഉണ്ട് ഏറ്റവും പിൻഭാഗത്തെ ഗ്ലാസിൻ്റെയും ഏരിയ. അത്രയധികം ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. എങ്കിലും നമുക്ക് മുന്നിൽ നിന്ന് തുടങ്ങാം. 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീൽ ട്രാവലിൻ്റെ സ്പേസൊക്കെ കാണുമ്പോൾ അറിയാം വേണമെങ്കിൽ ഓഫ് റോഡായിട്ട് ഓടാവുന്ന വാഹനമാണെന്ന്. സ്ക്വയറിഷ് ആയിട്ടുള്ള വീൽ ആർച്ച് കൊടുത്തിരിക്കുന്നു. ഈ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് എന്ന് പറയുന്നതാണ് ഈ വാഹനത്തിന് ഒരു സൈഡ് പ്രൊഫൈലിൽ ക്യാരക്ടർ കൊടുക്കുന്നത്. അത് TUV 300 ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത് നിയോ ആയി മാറിയപ്പോൾ, ബൊലേറോ നിയോ ആയി മാറിയപ്പോഴാണ് ഈ ഒരു വര വന്നത്. ഈ വര തീർച്ചയായിട്ടും നല്ല ഭംഗിയുണ്ട്, നല്ല ബോൾഡായിട്ടുള്ള വരയാണ്. എന്ന് തന്നെയല്ല അതിൽ ഈ ഒരു ഡോർ ഹാൻഡിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാര്യമാണ്. സൈഡ് വ്യൂ മിറേഴ്സിന് ഡ്യുവൽ കളറാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും കൊടുത്തിരിക്കുന്നു. അല്പം ഉയർന്ന വാഹനമായതുകൊണ്ട് തന്നെ സൈഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഞാനീ പറഞ്ഞ ഗ്ലാസ് ഏരിയ, ഇവിടെ ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ. സെക്കൻഡ് റോയിലും അങ്ങനെ, തേർഡ് റോയിലും അങ്ങനെ. കാരണം തേർഡ് റോയിൽ 4 പേരാണ് ഇരിക്കേണ്ടത്. അതായത് ബാക്കി എല്ലാ സ്ഥലത്തും കൂടി ഇരിക്കുന്ന അത്ര ആൾക്കാർ പിൻഭാഗത്തേക്ക് ഇരിക്കേണ്ടതുണ്ട്. അവർക്ക് ഒട്ടും ക്രാംഡായിട്ടുള്ള ഫീൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാം, നമുക്ക് ഉൾഭാഗത്തിരുന്നുകൊണ്ട് നോക്കാം. അപ്പോൾ അതും AC ഒന്നും ഇട്ടല്ല പോകുന്നതെങ്കിൽ പിൻഭാഗത്തേക്ക് കാറ്റ് കയറാൻ അത് ആവശ്യമാണ്, അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തു പോകുമല്ലോ. പിൻഭാഗത്ത് ഈ ഫ്യുവൽ ലിഡിന് പോലും ഉണ്ട് ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ വര എന്നുള്ളതാണ് പറയേണ്ടത്. പിൻഭാഗത്ത് വരുമ്പോൾ വളരെ ഭംഗിയുള്ള ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ നമ്മൾ നിയോയിൽ കണ്ടത് തന്നെയാണ്. ഇവിടെ ബൊലേറോ നിയോ പ്ലസ് എന്നുള്ള ബാഡ്ജിങ് ആണ് കാണുന്നത്. ഈ പ്ലസ് ആണ് ഇദ്ദേഹത്തെ 9 സീറ്ററാക്കി മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തെ സംബന്ധിച്ച് മഹീന്ദ്ര ബൊലേറോ എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു ബൊലേറോ, പിന്നെ ഇവിടെ ഈ ഒരു എക്സ് ഷേപ്പുള്ള ഈ ഒരു സ്പെയർ വീലിൻ്റെ കവറിൽ ബൊലേറോ, ഇവിടെ ട്വിൻ പീക്ക് ലോഗോ, അങ്ങനെ എല്ലാം കൊടുത്ത് മഹീന്ദ്രയാണ്, ബൊലേറോയാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇവിടെ കാണുന്ന P10 എന്നുള്ള ബാഡ്ജിങ് ആണ്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. P4ലും P10ലുമാണ് ഇതിൻ്റെ 9 സീറ്റർ വരുന്നത്, അല്ലെങ്കിൽ 7 സീറ്ററാണ് വാഹനം വരുന്നത്. ഇതിപ്പോൾ P10 എന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അതുപോലെ പിൻഭാഗത്തേക്ക് കയറാനും ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, സുഖമായിട്ട് ചവിട്ടി കയറാൻ സാധിക്കും. പിന്നെ P10 എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഇവിടെ പിൻഭാഗത്തും വൈപ്പർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീഫോഗർ വന്നിട്ടുണ്ട്. ഇവിടെ വളരെ സ്ലൈറ്റായിട്ടെന്ന് പറയുന്ന രീതിയിലൊരു സ്പോയിലറും വന്നിട്ടുണ്ട്. ഇത്രയാണ് വാഹനത്തിൻ്റെ കാര്യം പറയാവുന്നത്. പിന്നെ ഇവിടെ റിവേഴ്സ് സെൻസേഴ്സ് നമുക്കിവിടെ കാണാം. അതും ഇത്തരത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പലതും ഒഴിവാക്കപ്പെടാറുണ്ടെങ്കിൽ പോലും ഈ വാഹനത്തിൽ അതും വന്നിട്ടുണ്ട്. എന്തായാലും മഹീന്ദ്രയുടെ ഒരു വർക്ക് ഹോഴ്സ് എന്ന് വിളിക്കാവുന്ന വാഹനമാണിത്. 9 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം. നമ്മൾ ഗവൺമെൻറ് പറയുന്ന പോലെ ഫാമിലി പ്ലാനിംഗ് ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 7 കുട്ടികൾ വരെയാകാം. 7 കുട്ടികളും അച്ഛനും അമ്മയും സുഖമായിട്ട് സഞ്ചരിക്കാം. ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ, എങ്കിൽ പോലും അതിനുള്ള സാധ്യത കൂടെയുണ്ട്. സാധാരണഗതിയിൽ 7 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സിൻ്റെ ട്രാവലറൊക്കെ വാങ്ങിക്കേണ്ടി വരും. അതൊക്കെ വലിയ വില പിടിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് 7 കുട്ടികളും അച്ഛനും അമ്മയുമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു ഗംഭീര വാഹനമാണ്. അത്യാവശ്യം വേണ്ട കംഫർട്ട് ലെവലുകളും എല്ലാം മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഈ പച്ചപ്പിൽ, ഈ മഴ നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന പച്ചപ്പിൽ ഈ ഒരു വെള്ള വാഹനം കിടക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് 7 കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കുമായിട്ട് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നതെന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഈ മഹീന്ദ്രയുടെ കാര്യത്തിൽ മുമ്പ് എങ്ങനെയായിരുന്നു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പറയുകയാണ്. ഈ ഒരു എന്താ പറയുക, സ്കോർപ്പിയോ വരെ എത്തുന്ന വരെയുള്ള മോഡലുകളെന്ന് പറയുന്നത് വളരെ പ്രാകൃതാവസ്ഥയിലായിരുന്നു. വേണ്ട യാതൊരു സൗകര്യങ്ങളും കൊടുക്കാതെ ഓടിച്ചിട്ട് പോടെ, എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് പോടെ എന്നും പറഞ്ഞിട്ട് തരുന്ന മോഡലുകളായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, തീരെ ശ്രദ്ധിക്കപ്പെടാത്ത മോഡലുകളൊന്നുമില്ല. എല്ലാം കമ്പനി വളരെ കാര്യമായി നോക്കി ചെയ്യുന്ന മോഡലുകളാണ്. ടാറ്റയുടെ കാര്യത്തിലായാലും മഹീന്ദ്രയുടെ കാര്യത്തിലായാലും. ഞാനീ പറഞ്ഞു വരുന്നത് പഴയ ഈ TUV എന്നൊക്കെ പറയുന്നത് വളരെ പ്രിമിറ്റീവ് അവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അത് ഒരു KUV എന്നൊക്കെ പറഞ്ഞൊരു മോഡലൊക്കെ വന്നു. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ വന്ന് ക്വാണ്ടം
എന്ന് പറഞ്ഞിട്ടല്ലേ, അങ്ങനെയല്ലേ, കോണ്ടോ എന്ന് പറഞ്ഞൊരു മോഡൽ വന്നിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ കാലത്തൊക്കെ ഏഷ്യാനിൽ നമ്മുടെ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മാത്രമായിരുന്നു ഈ ഒരു പ്രദേശത്ത് കോണ്ടോ ഉള്ളത്. ഞങ്ങളെപ്പോഴും കളിയാക്കുമായിരുന്നു, ആകെ കോണ്ടോ ഉള്ള ഒരേ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട്. തന്നെയല്ല, ഇത് വളരെ കംഫർട്ടബിളാണ്. ഇരുന്ന് കഴിയുമ്പോൾ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. പക്ഷേ ഇരിക്കുമ്പോൾ വളരെ കംഫർട്ടബിളായുള്ള സീറ്റുണ്ട്. ഇതാ നല്ല ഗ്രിപ്പുള്ള സീറ്റാണെന്ന് മാത്രമല്ല, ഇതിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിന് തൈ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം. സീറ്റ് നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും നോക്കുന്നത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്റ്റിയറിംഗ് വീലിലും അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അല്പം ഹൈറ്റൊക്കെ ഉയർത്തി വയ്ക്കാൻ സാധിക്കും. ഇന്ത്യയിലെ നിറങ്ങളാണെങ്കിലും മോശമല്ല കേട്ടോ. അതുപോലെ നിർമ്മാണ നിലവാരവും മോശം എന്ന് പറയാനാവില്ല, കാരണം പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും അങ്ങനെ തീരെ മോശമല്ല. അതുമൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ പഴയ ഇത്തരത്തിലുള്ള അല്പം വില കുറഞ്ഞ മോഡലുകളിൽ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് വെച്ച് അടക്കിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, അതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല നിലവാരം തോന്നുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്രൗണിഷ് ആയിട്ടുള്ള ഈ ഭാഗം, ഇവിടെ ബ്ലാക്ക്, ഇവിടെ വീണ്ടും ബ്രൗണ്, ഇതൊക്കെ കുറച്ച് ടെക്സ്റ്റേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രഷ്ഡ് അലൂമിനിയമാണ് ഈ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു നിറം എന്ന് പറയുന്നത്. എല്ലാം കൂടി വളരെ ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നിയോ പ്ലസിലേക്ക് വന്നപ്പോൾ ഈ സ്ക്രീനിൻ്റെ വലുപ്പം അല്പം കൂടി. ഇത് 8 ഇഞ്ചായിരുന്നു നിയോയിലെങ്കിൽ ഇതിലിപ്പോൾ 9 ഇഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, 360 ഡിഗ്രി ക്യാമറ, അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഇതൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആകെ ഉള്ളത് റിവേഴ്സ് സെൻസർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ റേഡിയോ, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പാവപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ, അല്ല വലിയ വലിയ സംഭവങ്ങളൊന്നും കൊടുത്തില്ല. നമ്മൾ എല്ലാ ദിവസവും ഓടിക്കുന്ന അത്രയും ഗംഭീര വാഹനങ്ങളായതുകൊണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഉണ്ടെന്ന് തോന്നും. ഇതിൽ നിങ്ങൾക്ക് ഓക്സിലറി, ബ്ലൂടൂത്ത്, മ്യൂസിക്, റേഡിയോ, പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് ഇതിൽ ഓക്സിലറി, ബ്ലൂടൂത്ത്, അങ്ങനെ ചെറിയ ചില കാര്യങ്ങളൊക്കെ അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ആകെ നമുക്ക് കൊള്ളാം എന്ന് പറയാവുന്ന ഒരു 6 സ്പീക്കറിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതാണ് ഒരു ആഡംബരമായിട്ട് പറയാവുന്ന കാര്യം. എങ്കിലും നല്ല റെസൊല്യൂഷനുള്ള, നല്ല ബ്രൈറ്റായിട്ടുള്ള സ്ക്രീനായി കൊടുത്തിരിക്കുന്നു. സാമാന്യം വലിപ്പവുമുണ്ട്. AC വെൻറ്റുകൾ ഏറ്റവും മേൽഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ ക്ലൈമറ്റ് കൺട്രോളുള്ള സ്വിച്ചുകളൊന്നും മോശമല്ല എന്ന് പറയാം. ഇവിടെ AC-യുടെ സ്വിച്ചുകൾ ഈ താഴെയായിട്ട് ഫിസിക്കൽ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ 12 വോട്ടിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ USB ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. മൊബൈൽ വേണമെങ്കിൽ ഇവിടെ ചാർജ് ചെയ്ത് സൂക്ഷിക്കാവുന്ന സ്ഥലമാണ്. അതിന് നല്ല ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് ഗിയർ ലിവറിൽ ചെറിയൊരു അലൂമിനിയം ഫിനിഷ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ മാത്രം ഇപ്പോഴും മാറ്റമൊന്നുമില്ല. നടുവിലായിട്ടാണ് പവർ വിൻഡോ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത്. അത് വളരെ അസൗകര്യപ്രദമാണെന്നുള്ളൊരു സംശയമില്ല. ഇത് സൈഡിലേക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ 3 വർഷം മുമ്പ് നിയോ ടെസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞ കാര്യമാണ്. പക്ഷേ ബൈജു എന്നാർ പറഞ്ഞാലൊന്നും മഹീന്ദ്ര കേൾക്കില്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ ഇവിടെ 2-3 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാം. ഏറ്റവും സുഖപ്രദമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആംറസ്റ്റാണ്. ആംറസ്റ്റ് നല്ല സുഖപ്രദമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോറേജ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ 1-2 ബോട്ടിലൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ ഡോർ പാഡിൽ ഹാൻഡിലിന് അലൂമിനിയം ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് പനോരമിക്കായിട്ടുള്ള സൺറൂഫ് ഒന്നുമില്ല എന്നുള്ള കാര്യമാണ്. ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ പറയുള്ളൂ. അതില്ല, അതൊക്കെ കൊടുക്കാമായിരുന്നു അല്ലേ, വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, പക്ഷെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഹൈറ്റാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാനൊക്കെ ഇരിക്കുമ്പോൾ വളരെ ചെറിയൊരു മനുഷ്യനായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഹൈറ്റ് ഈ വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹെഡ് സ്പേസും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഈ സൈഡ് വോളിയം കൺട്രോൾ ഉണ്ട്, ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ടെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതില്ലാത്തതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. സാമാന്യം വലിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. ഡിസ്റ്റൻസ് ടു MG 128 കിലോമീറ്റർ എന്നുള്ളത് കാണുന്നുണ്ടാവുമല്ലോ. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അത് മെയിനായിട്ടും വരുന്ന കാര്യങ്ങൾ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എങ്കിലും വളരെ വിഷ്വലി രസമുള്ള, കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഫോൾഡിംഗ് അല്ല, പക്ഷേ അല്ലാത്ത അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഡ്രൈവ് മോഡുകളാണ്. ഇക്കോ എന്ന മോഡാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇക്കോയിലിടുമ്പോൾ അല്പം കൂടി മൈലേജ് കൂടുതൽ കിട്ടും. പക്ഷേ അത് പെർഫോമൻസിനെ കാര്യമായ രീതിയിൽ ഒന്ന് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ കാരണം നല്ല വിസിബിലിറ്റിയുള്ള ഒരു മുൻഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇനിയും കിടക്കുന്നല്ലോ 2 റോയും കൂടി, അതുകൂടി ഏതായാലും വേഗം തീർത്തിട്ട് വരാം. അപ്പോൾ സെക്കൻഡ് റോയിലേക്ക് കയറണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. ഫുഡ് സ്റ്റെപ്പിൽ ചവിട്ടി കയറുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ അല്ലാതെ തന്നെ കയറാൻ കേട്ടോ, അത്രയ്ക്കുള്ള വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ പിടിക്കാനുണ്ടല്ലോ, ഉണ്ട്, തീർച്ചയായിട്ടും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കയറിയിരിക്കാം. ഇരുന്ന് കഴിയുമ്പോൾ സുഖമാണ് കേട്ടോ. 3 പേർക്ക് വളരെ ഗംഭീരമായിട്ട് ലാവിഷായിട്ടിരിക്കാം, അത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ വളരെ താഴ്ന്ന സെൻട്രൽ ടണലാണ്, അതുകൊണ്ട് ലാവിഷായിട്ട് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ സാധിക്കും. നല്ല തൈ സപ്പോർട്ട്, എനിക്ക് തൈ സപ്പോർട്ട് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഉയർന്നാണ് നിൽക്കുന്നത്. തന്നെ ഈ ഗ്രിപ്പുള്ള സീറ്റ് ആയതുകൊണ്ട് സുഖമായിട്ട് എന്താ പറയുക, ഊർന്നു പോകുന്നില്ല, അങ്ങനെ സുഖമായിട്ടിരിക്കാൻ സാധിക്കും. പിൻഭാഗത്തുള്ള കുറവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ AC വെൻ്റില്ല എന്നുള്ളൊരു ഭീകരമായ കുറവായിട്ട് പറയാം. കാരണം
3 നിര ഉള്ളൊരു വാഹനമുള്ള 3ാമത്തെ നിരയിലേക്ക് AC എത്തണമെങ്കിൽ മുൻഭാഗത്ത് AC അതുപോലെ കൂട്ടി വയ്ക്കണം. അപ്പോൾ അങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ മുൻഭാഗത്തിരിക്കുന്നവർ തണുത്ത് മരവിച്ച് മോർച്ചയ്ക്കകത്തിരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിൻഭാഗത്തേക്ക് എങ്കിൽ മാത്രമേ അല്ലേ തണുപ്പെത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. 2ാം നിരയിലെങ്കിലും ഒരു AC വെൻ്റ് എന്നുള്ള കാര്യം എന്തായാലും അത് കൊടുത്തിട്ടില്ല. എങ്കിൽ ഇപ്പോൾ നല്ല പവർഫുൾ AC ആണ് കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇവിടെ മറ്റെന്തൊക്കെ സൗകര്യം നോക്കുകയാണെങ്കിൽ മുൻഭാഗത്തെ ആ ഒരു കപ്പ് ഹോൾഡേഴ്സൊക്കെ തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അല്ലാതെ മറ്റ് സ്റ്റോറേജ് സ്പേസൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല താഴ്ന്നു നിൽക്കുന്ന വിൻഡോ ലൈനാണ് കേട്ടോ, നല്ല കാഴ്ചയൊക്കെ ഉണ്ട്, സുഖമായിട്ട് പോകാൻ സാധിക്കും. അവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ ബോട്ടിൽ വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻഭാഗത്തെ പോലെ തന്നെ ഉള്ള ഒരു അലൂമിനിയം ഫിനിഷ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനിയുമുണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സുഖപ്രദമായ സീറ്റ് എന്ന് വെച്ചാൽ ഗംഭീരമായ സുഖപ്രദമായ സീറ്റാണ് സെക്കൻഡ് റോയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി 3ാം നിരയിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. എന്തായാലും ഇവിടെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്പേസും അതുപോലെ തന്നെ ഈ ഒരു തൈ സപ്പോർട്ടുള്ള സീറ്റുമാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 പേർക്ക് സുഖമായി സഞ്ചരിക്കാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 3ാം നിരയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 3ാം നിരയിലേക്ക് കിടക്കണം. 3ാം നിര കിടക്കാൻ എന്താ നല്ല ഗംഭീരമായ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ പിടിക്കുന്നു. ഇവിടെ ഹാൻഡിലുണ്ട്. ഇവിടെയൊക്കെ നിന്ന് വേണമെങ്കിലും പോകാൻ സാധിക്കും. അത് നമുക്ക് പക്ഷേ കേരളത്തിൽ പൊതുവേ കാണാറില്ല. പക്ഷേ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്ന സീനൊക്കെ കേരളത്തിൽ കാണാറുണ്ട്. പൊതുവേ പണ്ട് നമ്മൾ അങ്ങനെയൊന്നും യാത്ര ചെയ്യാറില്ലായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ 4 പേരാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണാമല്ലോ, ഞാനൊന്ന് ഇവിടെ ഇരുന്നു, ഇവിടെ ഒരു ശശി ഇരുന്നു, അവിടെ ഗോപി ഇരുന്നു, ഇവിടെ ജയൻ ഇരുന്നു. 4 പേര് സുഖമായിട്ടിരിക്കാം എന്ന് നമ്മൾ കരുതും. പക്ഷേ സുഖമായിട്ടിരിക്കാൻ പറ്റില്ല, കാരണം കണ്ടല്ലോ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. അതായത് മുൻഭാഗത്ത് അത്രയ്ക്ക് തൈ സപ്പോർട്ട് വന്നല്ലോ, പിൻഭാഗത്ത് അത്രയ്ക്ക് വേണ്ട എന്ന് കമ്പനി തീരുമാനിച്ചു. അതുകൊണ്ടല്ല കേട്ടോ സംഭവിച്ചത്. പിൻഭാഗത്ത് വരുമ്പോൾ പ്ലാറ്റ്ഫോം ഉയർന്നു വരുന്നു, അതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ പൊസിഷൻ അല്പം ഉയർന്നാണ് ഇരിക്കുന്നത്. തൈ സപ്പോർട്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൂടെ കൊടുക്കാൻ പറ്റില്ല. എങ്കിലും നമുക്കൊരു 4 പേർക്ക് അല്ലെങ്കിൽ 9 പേർക്ക് ഒരു ദീർഘദൂരമൊന്നും അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നു 9 പേർക്ക് സുഖമായിട്ട് പോകാം. പിന്നെ കോട്ടയത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വാഗമണിലേക്കൊക്കെ 1 ഡേ ടൂർ പോകുമ്പോൾ അടിച്ചടിച്ചടിച്ചൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു പിൻഭാഗമാണ് ഈ ഒരു സ്ഥലം. ഇവിടുന്ന് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക, അതാണല്ലോ കോട്ടയത്തെ ഒരു സ്ഥിരം പരിപാടി. അപ്പോൾ അതിനൊക്കെ പറ്റിയ സീറ്റാണ്. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുകയല്ല, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഈ നിൽക്കുന്നതാണ് തന്നെയാണ് പ്രശ്നം. ഇവിടെ നമ്മുടെ തുട ഒട്ടും ചേരാതെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ തേർഡ് റോയിൽ അതിലപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല. എന്തായാലും ക്രാംഡ് ആയിട്ടുള്ള ഫീൽ ഇല്ല എന്നുള്ള സത്യമുണ്ട്, കാരണം ഗ്ലാസ് ഏരിയ അതുപോലെയുണ്ട്. ഇവിടെ ഒരു 1-2 മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലം ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ AC ഒന്നും ഇടുന്നില്ല. ദാരിദ്ര്യക്കാരാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഇത് ഇത്രയൊക്കെ തുറന്നു വയ്ക്കാം. എന്ന് പറഞ്ഞാൽ കാറ്റ് അകത്തേക്ക് കയറാവുന്ന രീതി പഴയ അംബാസഡർ സ്റ്റൈലിലുള്ള സാധനം കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ലൈറ്റ് പിൻഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഈ ഏറ്റവും പിൻഭാഗത്തിരിക്കുമ്പോൾ AC ഇവിടം വരെ എത്തുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. ഇതൊക്കെ തുറന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും AC വെൻ്റ് എന്തുകൊണ്ടാണ് സെക്കൻഡ് റോയിൽ പോലും വെക്കാത്തതെന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, സുഹൃത്തുക്കളെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് ക്രാംഡ് ആയിട്ടുള്ള ഫീല്. ക്യാമറ ഞാൻ ഇങ്ങോട്ട് വാങ്ങിയ ശ്യാമേ, ഇത് അടച്ചു കഴിയുമ്പോൾ ഇത്രയും ഗ്ലാസ് ഏരിയ ഇവിടെയുണ്ട്. ഇവിടെ ഈ കാണുന്ന പോലെ ഒരു ഹാൻഡിലുണ്ട്. ഇവിടെയാണ് ഡോറ് തുറക്കുന്ന ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹാൻഡിൽ പിടിച്ച് കയറാനുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ക്രാംഡ് ഫീലൊന്നുമില്ല. തന്നെ മുൻഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള മുൻഭാഗമൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. ഇതാണ് ഈ ഒരു സീറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയാവുന്നത്. അപ്പോൾ 9 പേർക്ക് ഇരിക്കുക എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അത്ര ദീർഘദൂരം 9 പേർക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പോയാൽ പിന്നെ നമുക്ക് ലഗേജ് വയ്ക്കാനുള്ള സ്ഥലവുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 9 പേർക്ക് സഞ്ചരിക്കാവുന്നത് എപ്പോഴും ചെറിയ ദൂരമാണ്. പക്ഷേ 5 പേരെ ഉള്ളെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു സ്ഥലം ഈ ബാക്കിലെ ഭാഗം നമുക്ക് തരുന്നുമുണ്ട്. മഹീന്ദ്ര ബൊലേറോ നിയോ ഓടിച്ചിട്ടുള്ളവർക്ക് ഈ നിയോ പ്ലസ് ഓടിക്കുമ്പോൾ വ്യത്യാസമൊന്നും തോന്നാൻ സാധ്യതയില്ല. ഓടിക്കുമ്പോൾ മീൻസ് എഞ്ചിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ നോക്കുമ്പോൾ
ഇപ്പോൾ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് മാനുവലി ഹൈറ്റ് ഏറ്റവും കൂടുതൽ ഉയർത്തി വെച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും ഒരു അല്പം താഴ്ന്നാണ് സീറ്റിൻ്റെ പൊസിഷൻ തോന്നുന്നു, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഒരു അല്പം പൊങ്ങിയിരിക്കുന്നത്. രണ്ടിൽ ഒന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹീന്ദ്രയുടെയൊക്കെ ഇത്തരത്തിലുള്ള താരതമ്യേന വില കുറഞ്ഞ വാഹനങ്ങൾ പോലും എത്രത്തോളം നിലവാരമുള്ളതാണ് നമുക്കിപ്പോൾ ഓടിക്കുമ്പോൾ ബോധ്യപ്പെടും. എഞ്ചിനൊക്കെ ആണെങ്കിലും കാര്യമായ രീതിയിലുള്ള വൈബ്രേഷൻ ഒന്നുമില്ല, കുറച്ച് വൈബ്രേഷൻ ഉണ്ട് തീർച്ചയായിട്ടും, കുറച്ച് ഓഡിബിളുമാണെങ്കിൽ പോലും പഴയ TUV 300 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് എന്ന് മാത്രമല്ല, എന്താണ് ഫാർ ബെറ്റർ എന്ന് മാത്രമല്ല ഫാർ റിഫൈൻഡുമാണ് എന്നാണ് പറയേണ്ടത്. എന്തായാലും 4400 മില്ലിമീറ്റർ നീളവും 2680 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല വീൽ ബേസും ഉള്ള ഒരു വമ്പൻ ബസ്സാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിൻഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ എത്ര നീളത്തിനാണ് ബാക്ക് കിടക്കുന്നുണ്ടല്ലോ, അങ്ങനെ അത്രയധികം സ്പേസ് ആയിട്ടുള്ള ഒരു വാഹനമാണിത്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് റോ സീറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്. മുൻഭാഗത്ത് മോശമാണ്, അല്ലെങ്കിൽ പോലും സെക്കൻഡ് റോ സീറ്റ് നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. പിന്നെ ബോഡി റോള് ചെറുതായിട്ടുണ്ട് തീർച്ചയായിട്ടും, ഇതൊരു ബോഡി ഓൺ ഫ്രെയിം രീതിയിൽ നിർമ്മിക്കപ്പെട്ട വാഹനമായതുകൊണ്ട് തീർച്ചയായിട്ടും ബോഡി റോൾ കുറച്ചൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതും ഒക്കെ പഴയ ഇത്തരത്തിലുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയേണ്ടത്, നമുക്കിങ്ങനെ കണക്കാക്കാൻ മാത്രം പോലും ഇല്ല എന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് എഞ്ചിനിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനായിരുന്നു മഹീന്ദ്ര നിയോയിലെങ്കിൽ ഇതിൽ കാര്യമായ രീതിയിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് സ്കോർപിയോ എന്നിലെ അതേ എംഹോക്ക് എഞ്ചിൻ്റെ ഒരു ഇച്ചിരി സ്കെയിൽ ഡൗൺ ചെയ്ത രൂപമാണ്. 2184 cc എഞ്ചിനാണിത്. 120 കൃത്യമായിട്ട് പറഞ്ഞാൽ 118.35 bhp ആണ് എഞ്ചിൻ പവർ. 4000 RPMലാണ് ഇത് കിട്ടുന്നത്. 280 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അത് 1800-നും 2800 RPMിലാണ് കിട്ടുന്നത്. എന്നാൽ ഇതേ എഞ്ചിൻ സ്കോർപിയോ എന്നിലേക്ക് എത്തുമ്പോഴേക്കും 170 bhp ആണെന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേ എഞ്ചിൻ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി ഓരോ വാഹനത്തിൻ്റെയും വിലയും അതുപോലെ അതിൻ്റെ എന്താ പറയുക വെയിറ്റും ഒക്കെ അനുസരിച്ച് മാറ്റം വരുത്തിയാണ് ഇങ്ങനെ ഈ ഒരു 120 cc എത്തിച്ചിരിക്കുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണിത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. 6 സ്പീഡ് മാനുവലാണ്, റിയർ വീൽ ഡ്രൈവ് വാഹനമാണിത്. 60 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് എങ്ങനെയായാലും ഒരു 13 കിലോമീറ്റർ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. 12.83 തോന്നുന്നു കമ്പനി പറയുന്നത്. കൃത്യമായിട്ട് അത് ലഭ്യമല്ല, അതിൻ്റെ ഒരു മൈലേജ് കമ്പനി പറയുന്ന മൈലേജ് ലഭ്യമായാലും 12.83 എവിടെ വായിച്ചായിട്ട് തോന്നുന്നു. 12.83 പോലും 9 പേരിരുന്ന് പോകുമ്പോൾ കിട്ടുകയാണെങ്കിൽ മോശമല്ല എന്നാണ് പറയേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ സർപ്രൈസിംഗ്ലി ബ്യൂട്ടിഫുൾ എന്നാണ് പറയേണ്ടത്. ഡബിൾ വിഷ് ബോണും കോയിൽ സ്പ്രിങ്ങും സ്റ്റെബിലൈസർ ബാറും ഒക്കെയാണ് മുൻഭാഗത്ത്. എന്നാൽ പിൻഭാഗത്ത് മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ് വിത്ത് കോയിൽ സ്പ്രിംഗ് ആൻഡ് സ്റ്റെബിലൈസർ ബാർ. സ്റ്റെബിലൈസർ ബാർ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു അത് വളരെ ശക്തമായ രീതിയിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം ബോഡി റോൾ അല്പം കുറവുള്ളതെന്ന് തോന്നുന്നു. ബ്രേക്കിംഗ് നോക്കിയാലും മുൻഭാഗത്ത് ഡിസ്ക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് പണ്ടൊന്നും ആരും മൈൻഡ് ചെയ്യാത്ത കാര്യം, എങ്ങനെയെങ്കിലുമൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമെന്നുള്ള മട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ 2 എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, അതുപോലെ EBD ഉണ്ട്, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനുണ്ട്, പിന്നെ സ്പീഡ് അലേർട്ടും പിന്നെ സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക് അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകളും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇത്തരത്തിലുള്ള ഡ്രൈവിലൊന്നും നമുക്ക് 9 പേരെ കയറ്റി എങ്ങനെയുണ്ട് 9 പേര് കയറി കഴിയുമ്പോഴുള്ള വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്നൊന്നും നോക്കാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ മോശമല്ലായിരിക്കുമെന്ന് കരുതാനേ പറ്റും. എന്നാലും 120 bhp എഞ്ചിനാണല്ലോ, അതുപോലെ തന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണക്കാക്കുമ്പോൾ മോശമായിരിക്കില്ല 9 പേര് കയറിയാലും വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിഫൈൻഡാണ് എഞ്ചിൻ, തീർച്ചയായിട്ടും റിഫൈൻഡാണ്. ആ സ്കോർപിയോനത് വളരെ റിഫൈൻഡ് ആണെങ്കിൽ ഇത് എന്താ പറയുക, അതിൻ്റെ പവർ അല്പം കുറച്ചപ്പോൾ കുറച്ചൊന്ന് റിഫൈൻമെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്, കുറച്ചൊന്ന് വൈബ്രേഷൻ ഉണ്ടെന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബഹുദൂരം മുന്നിലെത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ മഹീന്ദ്ര എന്നുള്ള കാര്യം സംശയമില്ല. മഹീന്ദ്രയുടെ 700 എത്തുമ്പോഴത്തേക്കും എഞ്ചിനുകളെല്ലാം സൂപ്പർ ബട്ടർ സ്മൂത്ത് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ അതുപോലെ 3XO-യിലും തീർച്ചയായിട്ടും അത്തരം മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ വലിയ ഒരു സംഭവമായിട്ടൊന്നും കാണേണ്ട വാഹനമല്ല. 9 പേർക്ക് സഞ്ചരിക്കാവുന്ന, ഏത് കാടും മലയും കയറി ഇറങ്ങാവുന്ന, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ഗംഭീര പീപ്പിൾ മൂവർ എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. ഫോഴ്സ് മോട്ടോഴ്സാണ് ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കാറുള്ളത്. ആ ഒരു രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ വാഹനവും. പക്ഷേ നമുക്കറിയാവുന്ന പോലെ TUV 300 ഉണ്ടായിരുന്നു, അതിൻ്റെയും ഒരു 9 സീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഫീച്ചേഴ്സ് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ മഹീന്ദ്ര നിയോ പ്ലസിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും പിൻഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സൈൻ ഓഫ് നടത്തിയേക്കാം.
അതായത് ഇതിന് 2 വേരിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, P4ഉം P10. നമ്മൾ P10 ആണ് ഓടിച്ചു കഴിഞ്ഞാൽ P10ലാണ് അത്യാവശ്യം കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഉള്ളത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 12,49,000 രൂപയാണ് എക്സ്ഷോറൂം വില. പക്ഷേ 11,39,000 രൂപയാണ് P4ൻ്റെ വില കുറവുണ്ട്. ഇതിന് മറ്റൊരു വേരിയൻ്റ് ഉണ്ട്, അത് ആംബുലൻസ് ആണ്. ആംബുലൻസിന് 14 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. തീർച്ചയായിട്ടും ഇത്രയും നീളമുള്ള വാഹനം ആംബുലൻസിന് പറ്റും, അത് കമ്പനി തന്നെ ആംബുലൻസ് ആക്കി തരുന്നുമുണ്ട്. അപ്പോൾ ആംബുലൻസ് വേണ്ടവർക്കും ഈ ഒരു വാഹനത്തെ സമീപിക്കാം, ഭയശങ്ക ഏതുമില്ലാതെ. അപ്പോൾ വലിയ സംഭവ വാഹനമൊന്നും അല്ല ഞാൻ കാണിച്ചതെന്ന് എനിക്കറിയാം, പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വലിയ കുടുംബക്കാർക്കൊക്കെ പോകാൻ പറ്റുന്നൊരു വാഹനമാണിത്. വലിയ വിലയും കൊടുക്കേണ്ട കാര്യമില്ല, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. 2 എയർ ബാഗ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയ മോശമല്ല. പിന്നെ മഹീന്ദ്രയുടെ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ 9 സീറ്റിൽ നിന്ന് ഇനി 10 സീറ്റ് 11 സീറ്റായിട്ടൊക്കെ വളർന്ന് ഫോഴ്സ് ട്രാവലറിന് വെല്ലുവിളിയാവുന്ന രീതിയിൽ മഹീന്ദ്ര ബൊലേറോ നിയോ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു കാര്യം പറയാനുള്ളത്, നല്ല പൂക്കളൊക്കെയുള്ള മനോഹരമായ ഈ ഷർട്ടിനെ കുറിച്ചാണ്. ഇത് സ്റ്റൈൽ കോഷ്യൻ്റ് എന്ന കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ്യൂമൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. തന്നെയുമല്ല ഇവരുടെ ഈ ഒരു ഹാൻഡ് പ്രിൻറ്റഡ് ഷർട്ടുകൾ എന്ന് പറയുന്നത് വളരെ രസകരമായ പ്രിൻറ്റുകളൊക്കെ ഉള്ളതാണ്. കൂടാതെ അവിടെ മലയാളം ആൽഫബറ്റൊക്കെയുള്ള ഷർട്ടുകളുണ്ട്, അത് ഞാൻ കേട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുണ്ടിൽ പോലും ഉണ്ട് മലയാളം ആൽഫബറ്റ്. പിന്നെ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും വേണ്ട ഒരേ തരത്തിലുള്ള ഡ്രസ്സൊക്കെ അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ പനമ്പള്ളിയാൾ പോവുകയാണെങ്കിൽ സ്റ്റൈൽ കോഷ്യൻ്റ് സന്ദർശിക്കുക. ഓൺലൈനായിട്ടും അവർ ഡ്രസ്സുകൾ എത്തിച്ചേരും. അവരുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് 9 പേരുള്ള ഈ വാഹനത്തിൽ ഏകനായിരുന്നുകൊണ്ട് ഞാൻ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. പ്രോഗ്രാമിലെല്ലാവർക്കും നന്ദി. ബൈ.